and it goes a little something like. Hey everyone, welcome back to yet another episode. And ഇന്നത്തെ വീഡിയോ is all about beginner friendly ഒരു മേക്കപ്പും അതുപോലെ beginner friendly ഒരു മേക്കപ്പ് കിറ്റും ആണ്. നമ്മൾ അഫോർഡബിൾ ഓപ്ഷൻസ് ആണ് കൂടുതൽ എടുത്തിട്ടുള്ളത് ആൻഡ് കുറച്ച് പ്രൊഡക്ട്സിൽ നിങ്ങൾക്ക് നല്ലൊരു ലുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫേസിലെ ലുക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബിഗിനർ ഫ്രണ്ട്ലി മേക്കപ്പ് കിറ്റ് വെച്ചിട്ടാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ബിഗിനർ ഫ്രണ്ട്ലി മേക്കപ്പ് പൗച്ച്. ഇതിലുള്ള പ്രോഡക്ട്സ് ഒക്കെ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. ഇത് അഫോർഡബിളുമാണ്, അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. നിങ്ങൾ ഒരു ബിഗിനറാണ്, അങ്ങനെ ഇതുവരെ വലിയ Without any further delay, let's get started. The step is of course primer ആണ്. ആൻഡ് പ്രൈമറിൽ നമുക്ക് പ്രൈമറും അതുപോലെ ഹൈലൈറ്ററും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മേടിക്കാം. അതിൻ്റെ ഫസ്റ്റ് വൺ ആണ് NYBയുടെ ഈ ഒരു പ്രോസ്ട്രോബ് ക്രീം. അതുപോലെ തന്നെ ഒരുപാട് പ്രോസ്ട്രോബ് ക്രീംസ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസ്ട്രോബ് ക്രീം വേണമെങ്കിൽ മാക്കിൻ്റെ മേടിക്കാം. അതുപോലെ അതല്ലെങ്കിൽ ഇപ്പോൾ ലാക്മിയുടെ ലൂമി ക്രീം അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു പ്രൈമറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ഒരു ഹൈലൈറ്റർ. അപ്പോൾ ഈ ഒരു മൂന്നും നമുക്ക് ഒന്നിൽ തന്നെ കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഞാൻ പറയുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലിയിൽ ആദ്യം വേണ്ടത് ഒരു സ്ട്രോബ് ക്രീമാണ്, വിച്ച് ആക്ട് ആസ് എ പ്രൈമർ ആൻഡ് ഓൾസോ ആക്ട് ആസ് എ ഹൈലൈറ്റർ. അപ്പോൾ ഇതാണ് NYB പ്രോ സ്ട്രോബ് ക്രീം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 269 ആണ്, പക്ഷേ എപ്പോഴും റേറ്റ് കുറവ് കിട്ടും. ഫസ്റ്റ് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ദിസ് വിൽ ആക്ട് ആസ് എ പ്രൈമർ ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ആക്ട് ആസ് എ ഹൈലൈറ്റർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രൈമറായിട്ട് തന്നെ ആക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് യൂസ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. ഫസ്റ്റ് നമ്മൾ പ്രൈമറി യൂസ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫൗണ്ടേഷൻ വേണമെങ്കിൽ ഈ മേബിലിൻ ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻസ് ഉണ്ട്, അത് അത്യാവശ്യം നല്ലതാണ്. പിന്നെ ഹൈലി ബഡ്ജറ്റിലാണെങ്കിൽ പ്ലമ്മിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ട്. പ്ലമ്മിൻ്റെ ഫൗണ്ടേഷനൊക്കെ ഒരുവിധം ഫുൾ കവറേജ് തരുന്നതാണ്. അപ്പോൾ ഇത് ഫിറ്റ്മിയുടെ അത്യാവശ്യം കവറേജും ഉണ്ട്, എന്നാൽ റേറ്റ് ലെസ്സും ആണ്. അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ മേബിലിൻ ഫിറ്റ്മിയുടെ നല്ലതാണ്. പിന്നെ ഒരുപാട് പിമ്പിൾസ് അല്ലെങ്കിൽ മാർക്സ് ഇല്ലാത്തവർക്ക് ജസ്റ്റ് ഫൗണ്ടേഷൻ വെച്ച് തന്നെ ഇറ്റ് വിൽ ബി നൈസ്. അതല്ല, നിങ്ങൾക്ക് ഒരുപാട് പാടുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് എ കൺസീലർ ഓൾസോ. അപ്പോൾ എനിക്ക് എപ്പോഴും കൺസീലറൂടെ യൂസ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു നാച്ചുറൽ ലുക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ടാണ് ഐ യൂസ് ദിസ് ഫൗണ്ടേഷൻ. ഓൺലി വേണ്ട ഒന്നാണ് ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ കുറച്ച് മാത്രം അപ്ലൈ ചെയ്താൽ മതി, ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സ്പോഞ്ച് ഒക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാം. പക്ഷേ എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ കൈ വെച്ചാണ്. അപ്പോൾ കൈ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് സ്കിന്നിൽ ബ്ലെൻഡ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വൺ ഈസ് ഫൗണ്ടേഷൻ. അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഒരു ഫൗണ്ടേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസീലർ സ്കിപ്പ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് ബ്ലഷ്. അപ്പോൾ ബ്ലഷിൻ്റെ കേസിൽ പറയുമ്പോൾ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് മേടിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്കിന് പകരം ആ ഒരു ടിൻറ്റ് യൂസ് ചെയ്യുകയും ചെയ്യാം, എന്നാൽ ബ്ലഷ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കറൻറ്റ്ലി എടുത്തിട്ടുള്ളത് ഇബാ കോസ്മെറ്റിക്സിൻ്റെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് ഉണ്ട്, NYBയുടെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് ഉണ്ട്. ഇതൊക്കെ കുറച്ച് അഫോർഡബിൾ ആണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൈസ് ആണെങ്കിൽ K-Beautyയുടെ ഒക്കെ നോക്കാം. അതുപോലെ മാക്കിൻ്റെത്, സ്മാഷ് ബോക്സ്, അങ്ങനെയൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സൈഡിൽ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇപ്പം കുറച്ച് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒന്നാണെങ്കിൽ ഞാൻ ഇബാ കോസ്മെറ്റിക്സിൻ്റെ ഫോറെവർ ന്യൂഡാണ്, നല്ലൊരു ഷെയ്ഡാണ്. ഇത് ലിപ്പിൽ അപ്ലൈ ചെയ്യാനും അത്യാവശ്യം നല്ലൊരു ടിൻറ്റാണ്. ലാസ്റ്റ് ഇത് ലിപ്പിൽ അപ്ലൈ ചെയ്യാം. അതാണ് അടുത്ത. അപ്പം നമ്മൾ ഫൗണ്ടേഷൻ കഴിഞ്ഞു, പ്രൈമർ കഴിഞ്ഞു, അതുപോലെ ബ്ലഷും കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ണിലേക്ക് വരുമ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ടാവുന്നതായിരിക്കും ഒരു കാജൽ. മേ ബി നിങ്ങൾക്ക് ഇത് തന്നെ ഐലൈനറായിട്ടും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഐലൈനർ സെപ്പറേറ്റ് യൂസ് ചെയ്യാം. സെപ്പറേറ്റ് യൂസ് ചെയ്യാം. ഇത് തന്നെ വേണമെങ്കിൽ നമുക്ക് മുകളിലും എഴുതാം. പക്ഷെ ഞാൻ എൻ്റെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഐലൈനറാണ് യൂസ്ഫുൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐലൈനർ വേണമെങ്കിൽ ഐലൈനർ യൂസ് ചെയ്യാം. NYBയുടെ ഐലൈനർ അഫോർഡബിൾ ആണ്, അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫും ആണ്.
പിന്നെ മസ്കാരയ്ക്ക് ഞാൻ നിങ്ങൾക്ക് 2 ഇത് തരാം. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ മാസിൻ്റെ മസ്കാര, ഇത് 200 സംതിങ് ആണ്. ഇത് 100 rupees 100ൻ്റെ 150 ഇതിൽ വരുന്നതാണ് ഈ ഒരു ഡാസ്ലറിൻ്റെ മസ്കാര. അപ്പം മസ്കാര ഇടുമ്പോൾ തന്നെ കണ്ണിനൊരു പ്രത്യേക ഭംഗി ഉണ്ടാവും. നമ്മൾ ഒരുപാടൊന്നും ചെയ്തിട്ടില്ലെങ്കിലും കണ്ണിന് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ ഡാസ്ലറിൻ്റെ മസ്കാര ഇട്ട് കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ ഒരു കണ്ണിനേക്കാൾ കുറച്ചുകൂടെ ഭംഗിയില്ലേ മസ്കാര ഇട്ട കണ്ണിന്. അഫോർഡബിൾ ആണെങ്കിൽ ഡാസ്ലറിൻ്റെ യൂസ് ചെയ്യാം. എന്നാൽ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാം, ഒരു 200-300 സ്പെൻഡ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് മാസിൻ്റെ ഈ ഒരു ഡബിൾ ട്രബിൾ മസ്കാര മേടിക്കാം. നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ലെങ്ത്തിൻ്റെ ആണ്. നമുക്ക് വോളിയം കൂടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കഴിഞ്ഞു, ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാനായിട്ട് ഒരു കോമ്പാക്റ്റ്, ഇത് ഞാൻ സ്റ്റേസിൻ്റെ 99 കോമ്പാക്റ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 300 rupees സംതിങ് ആണ്, 300 ആണ്. പക്ഷേ ഇത് നല്ലൊരെണ്ണമാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആണെങ്കിൽ ലാക്മിയുടെ നോക്കാം, ഡാസ്ലറിൻ്റെ ഉണ്ട്, മെയ്ബലിൻ്റെ ഉണ്ട്. അപ്പോൾ പിന്നീട് ഒരു ബിഗിനേഴ്സിൻ്റെ മസ്റ്റ് ഹാവ് ആണ് ഒരു കോമ്പാക്ട് പൗഡർ. അപ്പോൾ നമുക്കിതെല്ലാം സെറ്റ് ചെയ്യാം. ലാസ്റ്റ് വരുന്ന ലിപ്സ്റ്റിക്, ഓൾറെഡി നമ്മൾ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റായിട്ട് മേടിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇതിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാം. ആണെങ്കിൽ പോലും നിൽക്കൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്യാം. അപ്പോൾ ലിപ്സ് നല്ല രീതിയിൽ തന്നെ നിൽക്കും. ലിപ്പ് ലൈനറിൻ്റെ കോസ്റ്റ് 100 rupees താഴെയാണ് വരുന്നത്. ഇത് മാസിൻ്റെ നല്ലൊരു ലിപ്പ് ലൈനറാണ്. അപ്പോൾ നിങ്ങൾ കോളേജിലൊക്കെ പോകുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് യൂസ് അനദർ കോമ്പാക്ട്. അതിന് പകരം കോമ്പാക്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റാണ് നമ്മൾ ചെയ്തത്. ആൻഡ് പിന്നെ ഒരു പ്ലസ് പോയിന്റ് കൂടെ ഉണ്ട്, നിങ്ങൾ ഗ്ലോസ് കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ചേഞ്ച് ആയിട്ട് ഒരു ഗ്ലോസി എഫക്റ്റ്, ഒരു ഗ്ലോസി ലുക്കും ചെയ്യാം. ആൻഡ് ഇത് എൻ്റെ കയ്യിലുള്ളത് ഡീപ്പ് ഡിസയർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പോൾ അത് ഈ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലിട്ട് ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു ഗ്ലോസി ലുക്കും ചെയ്യാം. ഐ ഹോപ്പ് ഈ ഒരു ബിഗിനേഴ്സ് മേക്കപ്പും അതുപോലെ ബിഗിനേഴ്സ് മേക്കപ്പ് പ്രോഡക്ട്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്. ആൻഡ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ അപ്ഗ്രേഡ് ദ പ്രോഡക്ട്സ്. ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you on my next video.